നൂസ പെനീഡ ബാലിയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു 30 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സീനിക് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് നൂസ പെനീഡ. ആൻഡ് ഈ ഒരു ഐലൻഡ് ടൂറിസ്റ്റുകളുടെ ഇടയിൽ വളരെ പോപ്പുലർ ആണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ക്രിസ്റ്റൽ ബ്ലൂ വാട്ടർ ആൻഡ് ബ്യൂട്ടിഫുൾ ക്ലിഫ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നൂസ പെനീഡ ഐലൻഡിലേക്കാണ്. അവിടെയുള്ള 4 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും. അതായത് ഏഞ്ചൽസ് ബില്ലബോങ്, ബ്രോക്കൺ ബീച്ച്, കെലിംകിങ് ബീച്ച് ആൻഡ് ഡയമണ്ട് ബീച്ച്. മാത്രമല്ല ഒരു പാക്കേജും എടുക്കാതെ എങ്ങനെ ഈ നൂസ പെനീഡ ഐലൻഡ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കവർ ചെയ്യാന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു അപ്കമിംഗ് ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യണ്ട കേട്ടോ. ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് രാവിലെ ഇപ്പോൾ സമയം 6:30 ഞങ്ങളിത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബാലിയിൽ വന്നാൽ എല്ലാവരും പോകുന്ന വളരെ ഹൈബ്ഡായിട്ടുള്ള നൂസ പെനീഡ ഐലൻഡിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പോകാനായിട്ടൊരു ക്ലൂക്ക് പാക്കേജാണ് യൂസ് ചെയ്യുന്നത്. പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇവിടെ ഹിൽട്ടണിൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 അപ്പോൾ 6:30 കറക്റ്റ് നമ്മുടെ ടാക്സി ഡ്രൈവർ വരികയും ചെയ്തു. സോ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ ഇനി ടാക്സി കയറട്ടെ. അടുത്ത ഇനി ഞങ്ങൾ എടുത്ത പാക്കേജിന്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ക്ലൂക്ക് പാക്കേജാണ് എടുത്തേക്കുന്നത്. ആൻഡ് ക്ലൂക്കിൽ ആക്ച്വലി നൂസ പെനീഡ ഐലൻഡ് കവർ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ പാക്കേജ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് വെസ്റ്റ് നൂസ പെനീഡ കവർ ചെയ്യുന്ന കുറേ പാക്കേജസ് ഉണ്ട്, പിന്നെ ഈസ്റ്റ് നൂസ പെനീഡ കവർ ചെയ്യുന്ന കുറേ പാക്കേജസ് ഉണ്ട്, പിന്നെ രണ്ടും കൂടെ കവർ ചെയ്യുന്ന കുറേ പാക്കേജസും ഉണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന കൂടുതലും വെസ്റ്റ് സൈഡ് ഓഫ് നൂസ പെനീഡ ആണ് കേട്ടോ. അതായത് വെസ്റ്റ് ആണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷെ ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത് രണ്ടും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാക്കേജ് ആണ് കേട്ടോ. അതായത് ഈസ്റ്റ് നൂസ പെനീഡയിലുള്ള 2 ബീച്ച് കവർ ചെയ്യും, പ്ലസ് വെസ്റ്റ് എന്നുള്ള 4 ബീച്ചും കവർ ചെയ്യും. അപ്പോൾ ടോട്ടൽ അറൌണ്ട് ഒരു 5 to 6 ബീച്ചസ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പാക്കേജ് എടുക്കാനായിട്ട് നമുക്കായ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ രണ്ടാൾക്കും കൂടെ 11,000 സംതിങ് ആയി കേട്ടോ. അതായത് ഒരാൾക്ക് 5,700 ഇന്ത്യൻ റുപ്പീസ് ആണ് ഈ ഒരു പാക്കേജിന്റെ കോസ്റ്റ്. പിന്നെ ഇതൊരു പ്രൈവറ്റ് ഡേ ടൂർ ആയതുകൊണ്ട് തന്നെ ആളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെർ ഹെഡ് കോസ്റ്റ് കുറയും കേട്ടോ. അതായത് 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 4,000 സംതിങ് ആവത്തുള്ളൂ. അങ്ങനെ എന്താ പറയുക, പെർ ഹെഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിന് ബേസിസ്. അപ്പോൾ ഞങ്ങൾ ഈ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു പ്രൈവറ്റ് ഡേ ടൂർ ആണ് വിത്ത് ഹോട്ടൽ ട്രാൻസ്ഫർ. അതുകൊണ്ടാണ് ഇപ്പോൾ ടാക്സി ഡ്രൈവർ ഹോട്ടലിൽ വന്നു ഞങ്ങളെ പിക്ക് ചെയ്തിന് ഹാബറിൽ കൊണ്ടാക്കും. അവിടെ നിന്ന് വേറൊരു ഗൈഡ് നമ്മുടെ കൂടെ കാണും. പിന്നെ എഗെയിൻ നൂസ പെനീഡയിൽ വേറൊരു ഡ്രൈവർ ഉണ്ടാവും. സോ ഫുൾ അസിസ്റ്റഡ് ആണ്. ആൻഡ് ഈ ഒരു പാക്കേജിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 6:30 ടു ഈവനിങ് 6 വരെയാണ് കേട്ടോ. ആൻഡ് ഈ പറഞ്ഞ എല്ലാ ബീച്ചസിലേക്കുള്ള എൻട്രൻസ് ഫീ എല്ലാം കവേർഡ് ആണ്, പാർക്കിംഗ് ഫീ കവേർഡ് ആണ്. പിന്നെ അതേപോലെ നമ്മുടെ സ്പീഡ് ബോട്ടിന്റെയും കോസ്റ്റ് ഈ ഒരു പ്രൈസിൽ കവേർഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു റെക്കമെൻഡഡ് ഓപ്ഷനാണ് നിങ്ങൾക്കും. കാരണം നിങ്ങളിപ്പോൾ ബാലിയിൽ വരുമ്പോൾ ക്ലൂക്കിലെ പാക്കേജ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഞങ്ങൾ കുറേ എന്താ പറയുക റിസർച്ച് ചെയ്തിട്ട് ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരു പാക്കേജാണ് ഞങ്ങളിപ്പോൾ ഈ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സനോ ഹാർബറിലേക്കാണ് കേട്ടോ. അപ്പോൾ നൂസ പെനീഡ ഐലൻഡിൽ പോകാനായിട്ട് ഈ ഒരു ഹാർബറിലാണ് നിങ്ങൾ പോകേണ്ടത്. ഇൻ കേസ് നിങ്ങൾ ഹോട്ടൽ പിക്കപ്പ് ഇല്ലാത്ത ഒരു പാക്കേജാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഈ എടുത്ത പാക്കേജിൽ തന്നെ ഹോട്ടൽ പിക്കപ്പ് ഇല്ലാത്ത ഓപ്ഷൻ കൂടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1,000 റുപ്പീസ് കുറയും ഒരാൾക്ക്. പക്ഷേ എങ്കിലും ഞാൻ എപ്പോഴും വിത്ത് ഹോട്ടൽ പിക്കപ്പ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇറ്റ്സ് മോർ കൺവീനിയൻറ്റ്. ഇൻ കേസ് അല്ലാന്നുണ്ടെങ്കിൽ അറിഞ്ഞേക്കുക, നിങ്ങൾ പോകേണ്ടത് സനൂർ ഹാർബറിലാണ് കേട്ടോ. അവിടെ ആയിരിക്കും നിങ്ങളുടെ മീറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ സനൂർ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ തന്നെ നമുക്ക് എവിടെയാണോ പോവേണ്ടത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും കേട്ടോ. അതാണ് ഇങ്ങനെ ഗൈഡഡ് ടൂർ എടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്. കാരണം നിങ്ങളിപ്പോൾ സ്വയം ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ടാക്സി കോസ്റ്റ് ഏതാണ്ട് ഇത്രയൊക്കെ തന്നെ ആകും കേട്ടോ. സോ ഇതാണ് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ സനൂർ ഹാർബർ. ഇനി നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ ഓഫീസിലേക്കാണ് ഈ ഒരു ചേട്ടൻ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അർജുന എന്ന് പറയുന്നതാണ് ഞങ്ങളിന്ന് പോകുന്ന സ്പീഡ് ബോട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി ടിക്കറ്റ് തരും കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ പോവാണ്. ഞങ്ങൾ ആക്ച്വലി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും കൂടെ വേണം. ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഗ്രൂപ്പ്. ഇതേ അപ്പോൾ ഗൈഡ് കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ഒരു സ്പീഡ് ബോട്ടിലാണ്. അപ്പോൾ ഇത് എല്ലാവരും കൂടെ ഇനി സ്പീഡ് ബോട്ടിലേക്ക് നടക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. പക്ഷേ ഇന്ന് ഞങ്ങളിപ്പോൾ ക്യാപ്പ് വാങ്ങും കേട്ടോ. അവിടെ എവിടെന്നെങ്കിലും ചെറിയ ഷോപ്പിൽ നിന്ന് ക്യാപ്പ് വാങ്ങണം.
കാണുന്നതാണ് സനു ഹാർബർ. വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ആക്ച്വലി ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആണല്ലോ. ആക്ച്വലി നോർമലി ഇങ്ങനെ നമ്മൾ ഹാർബേഴ്സിൽ പോകുമ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ചെളിവെള്ളം പോലെ ഇങ്ങനെ കലങ്ങിയിട്ടായിരിക്കും. പക്ഷെ ഇവിടെ ദേ കണ്ടോ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ആൻഡ് മൊത്തത്തിൽ നല്ല നീറ്റാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ സ്പീഡ് ബോട്ട്സ് ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ പേര് അർജുന എന്നാണ്. അപ്പോൾ അത് ഞങ്ങൾ ദൂരെ കാണുന്നത് അതാന്ന് തോന്നുന്നു. പോയി കയറട്ടെ. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ഇവർ ഒരു ബാഡ്ജ്, ഒരു ID കാർഡ് പോലൊരു സംഭവം തന്നിട്ടുണ്ട്. അത് നമ്മൾ കഴുത്തിലിടണം കേട്ടോ, മസ്റ്റായിട്ട്. അത് കണ്ടിട്ടാണ് ഈ ഓപ്പറേറ്റേഴ്സ് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മളിവിടെ ഈ ഒരു ബോട്ടിലേക്ക് കയറുമ്പോൾ അത് തിരിച്ചൂരി വാങ്ങുന്നുണ്ട് കേട്ടോ. ബോട്ടിലേക്ക് കയറുമ്പോൾ ഇവർ പറയുന്നത് കേട്ടോ, അതായത് നമ്മൾ ഡ്രിങ്ക്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുകളിലിരിക്കാം, മുകളിൽ മറ്റേ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തിരിക്കാം. പക്ഷെ അത് ഡ്രിങ്ക്സ് വാങ്ങുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ ഡ്രിങ്ക്സ് ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ താഴെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് കയറട്ടെ. രാവിലെ തന്നെ നല്ല പൊരിഞ്ഞ വെയിലാട്ടോ. പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ പ്രിപ്പയർഡ് ആണ്. നമ്മൾ ക്യാപ്പൊക്കെ വാങ്ങിച്ചായിരുന്നു, പിന്നെ സൺസ്ക്രീം ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇത് നമ്മൾ എത്താറായി. ബോട്ട് സ്ലോ ആയിട്ടുണ്ട്. ഇത് ആ കാണുന്നതാണ് കേട്ടോ നൂസ പെനീഡ ഐലൻഡ്. അപ്പം ഇനി പുറത്തേക്ക് ഇറങ്ങട്ടെ. പുറത്തിറങ്ങി ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ഡ്രൈവർ ചേട്ടൻ ഉണ്ടാകും. അപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, കണ്ടുപിടിക്കട്ടെ കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു മറ്റേ പോർട്ടിലേക്ക്. ഇവിടെ ദേ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് കുറേ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഈ കൂട്ടത്തിൽ കാണുമായിരിക്കും. നോക്കട്ടെ. പോയി. അപ്പോൾ ദേ അവിടെ അബിയുടെ പേരിലൊരു പ്ലക്കാർഡ് ഉണ്ട്. ഈ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. എന്നിട്ട് റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഇനി നമ്മൾ ഒരു 1 to 1.5 hours കാറിൽ ഡ്രൈവ് ചെയ്യും. എന്നിട്ടായിരിക്കും അടുത്ത സ്പോട്ടിലെത്തുന്നത്. ഫസ്റ്റ് സ്പോട്ടിലെത്തുന്നത്. അതുകൊണ്ട് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ബർഗർ വാങ്ങിച്ചു, ഒരു ഷേക്ക് കുടിച്ചു. എന്നിട്ട് ഇപ്പോൾ പോവാട്ടോ. ഇനി ചേട്ടനോട് കാറിലായിരിക്കും ബാക്കി നമ്മുടെ ട്രാവലെല്ലാം. തായ്ലൻഡിൽ എവിടെ പോയാലും സ്പിരിറ്റ് ഹൗസസ് കാണുന്ന പോലെ ബാലിയിലും നമുക്ക് ഇങ്ങനത്തെ സംഭവം കാണാവേ. ഈ താഴെ വെച്ചേക്കുന്നുണ്ട് ഒരു ചെറിയൊരു സ്ക്വയർ പീസ്. ഇത് നമുക്ക് എല്ലാ കടകളുടെ ഫ്രണ്ടിലൊക്കെ വെച്ചേക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആണ് തായ്ലൻഡിലുള്ളതിനേക്കാൾ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെയും. ഈ ഫസ്റ്റ് കാണുന്ന വൈറ്റ് കാറാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വാഹനം. കയറട്ടെ. നമ്മൾ പോകുന്ന ഈ റോഡൊക്കെ കണ്ടോ? ഇത് കണ്ടാൽ ഇപ്പോൾ ബാലിയാണോ കേരളമാണോ എന്നൊരു സംശയം തോന്നും കേട്ടോ. അതേപോലത്തെ റോഡുകളാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോണ വഴിയൊക്കെ ഉണ്ട്. ചീരാണിക്കര എന്ന് പറയുന്ന സ്ഥലം. അവിടെ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ റോഡ് ഒട്ടും ഈവൻ അല്ല. നല്ല കുണ്ടും കുഴിയാട്ടോ. ഇങ്ങനെ കുലുങ്ങിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് സൈഡൊക്കെ കണ്ടാൽ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെയല്ലേ. ദേ വാഴക്കൃഷി, പിന്നെന്താ തെങ്ങൊക്കെ കാണാം, ഓടിട്ട വീട്.
പിന്നെ ഇനി നൂസാപെനിയുടെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാവേ. ഈ ഒരു നൂസാപെനിയുടെ പണ്ട് ബാലിനീസ് കിങ്സ് ഒക്കെ പ്രിസൺ ഐലൻഡ് ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിങ്ങനെ ആളൊഴിഞ്ഞ് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രിസൺ പോലെയായിരുന്നു കിങ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് ഇങ്ങനെ ക്രിമിനൽസിനെയും ബ്ലാക്ക് മാജിക് പ്രാക്ടീഷണേഴ്സിനെയൊക്കെ ഇങ്ങോട്ടേക്കായിരുന്നു അയച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഒരു നൂസാപെനിയുടെ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഐലൻഡ് അല്ല കേട്ടോ, ഇവിടെ വേറെ 2 ഐലൻഡ് കൂടെ ഉണ്ട്. നൂസ ലെംബോങ്കാൻ ആൻഡ് നൂസ സെനിങ്കാൻ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് 2 ഐലൻഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് 3 ഐലൻഡ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഡയമണ്ട് ബീച്ച് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. ഇത് വളരെ ഫോട്ടോജീനിക് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതായത് ഇങ്ങനെ ടെർക്കോയിസ് വാട്ടറും പിന്നെന്താ ബിഗ് ലൈം സ്റ്റോൺ ക്ലിഫ്സ് ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടുത്തെ എൻട്രി ഫീ ഒക്കെ ഓൾറെഡി നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടൻ തന്നെ അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ഡയമണ്ട് ബീച്ച്. ഇവിടെ ആ ഒരു ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ അകത്തേക്ക് വിടുന്നത്. അപ്പോൾ ദേ നമ്മുടെ ഫസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പോട്ട് എത്തിയിട്ടുണ്ട്. നല്ല ആളുണ്ട് കേട്ടോ, ആൻഡ് നല്ല വെയിലും ഉണ്ട്, അതും എടുത്ത് പറയണം. അപ്പോൾ ദേ അബി ഇവിടെ റീൽ എടുക്കുന്നു, ഞാനിവിടെ വീഡിയോ പിടിക്കുന്നു. ഇനി ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കണം, എന്നിട്ട് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് ഒരു അറൗണ്ട് 20 മിനിറ്റ്സ് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. കാരണം എന്നാലേ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും ഓൺ ടൈം കവർ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിനി പെട്ടെന്ന് നടന്നതിൻ്റെ എൻഡിലോട്ടൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ, അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ക്ലിഫിന്ന് താഴേക്ക് പോകാനായിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഏറ്റവും താഴെ പോയാലും നമുക്ക് സ്വിം ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം ഇവിടുത്തെ വേവ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. സോ സ്വിമ്മിങ് പറ്റില്ല, ജസ്റ്റ് ഇറങ്ങി ഫോട്ടോ എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നില്ല, തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ. ഇതേ കണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാം കേട്ടോ. വളരെ സീനിക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത് അടുത്ത സ്പോട്ട് ഇതാണ്. ഇതൊക്കെ കുറച്ച് റിസ്ക്കിയാണ്, പക്ഷെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഞാനും ഇരുന്നു കേട്ടോ. ഞങ്ങളിത് പിന്നെയും മുന്നിലേക്ക് നടക്കുക കേട്ടോ, കാരണം ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് മാക്സിമം എൻഡിൽ പോയിട്ട് തിരിച്ചു വരാം, എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇത് ആ ഒരു ബീച്ചിൻ്റെ തന്നെ പല സൈഡിൽ നിന്നുള്ള വ്യൂസ് ആണ് കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് നടക്കുക കേട്ടോ. ഇത് ആക്ച്വലി നടക്കാനായിട്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്പോട്ട് 1 ഡയമണ്ട് ബീച്ച്. ഇത് നൂസാപെനിയുടെ ഈസ്റ്റ് സൈഡിലുള്ള ബീച്ചാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചടുത്ത് പിന്നെയും കാർ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് സ്പോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഡയമണ്ട് ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ കണ്ടത് വേറൊരു ബീച്ചാണ് കേട്ടോ. അട്ടർ ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ചായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഗൈഡ് പറഞ്ഞായിരുന്നു, പക്ഷേ ഞാനത് എടുത്ത് കാണിക്കാനായിട്ട് വിട്ടുപോയി. സോ നമ്മൾ ആക്ച്വലി ഈസ്റ്റ് സൈഡിൽ ഈ ഒരു ഡയമണ്ട് ബീച്ച് ആയിരുന്നു കേട്ടോ നമ്മൾ മെയിൻലി കവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞു. ഇത് നമ്മൾ പോകുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. ആൻഡ് വെസ്റ്റ് സൈഡിൽ 3-4 ബീച്ച് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകാനായിട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. 1 മണിക്കൂറൊക്കെ കാറിൽ ട്രാവൽ ടൈം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഫസ്റ്റ് നമുക്ക് കഴിക്കാം, ലഞ്ച് കഴിച്ചതിന് ശേഷം പോകാമെന്നാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് വരുന്നത് റെസ്റ്റോറൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി നെക്സ്റ്റ് ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ? ഇത് നമ്മൾ തന്നെ സെൽഫ് സർവീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നൂസാപെനിഡയിലെ പെട്രോൾ പമ്പ്സ്.
അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മളെ ഗൈഡ് കൊണ്ടുവന്നത്. ഇത് പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പം എന്താ ഫുഡെന്നൊന്നും അറിയത്തില്ല, പോയി നോക്കാം. ഗൈഡ് ചേട്ടൻ പറഞ്ഞത് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബുഫേയിൽ നിന്നാണ് നമ്മൾ കഴിക്കേണ്ടത്. അവിടെ എന്തൊക്കെയോ 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, പോയി നോക്കാം. അപ്പോൾ അതേ നമ്മൾ വന്നപ്പോഴേക്കും അവർ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് നൂഡിലൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പാണ്, അതെന്തോ സൂപ്പായിരുന്നു. പിന്നെ ദേ ഇത് നൂഡിൽസ്, പിന്നെ ചിക്കനൊക്കെ ഉണങ്ങിയിരിക്കുവാണ്. പിന്നെ ദേ ഇത് ടോഫു, പിന്നെ ക്യാപ്കെ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം അറിയത്തില്ല. പിന്നെ ദേ പ്രോൺ ചിപ്സ് ഒക്കെ ഉണ്ട്, ആ ഒരു ബക്കറ്റിനകത്തിരിക്കുന്ന പ്രോൺ ചിപ്സ് ആണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുത്തോണ്ടൊന്ന് കഴിച്ചു. ഞാൻ ജസ്റ്റ് ആ നൂഡിൽസും ചിക്കനും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. നൂഡിൽസ് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. അബി ടോഫു എടുത്തായിരുന്നു. ചിക്കൻ ആണെങ്കിലും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, കുഴപ്പമില്ലാന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ ഒരു ബർഗർ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ കഴിച്ചു. മൊത്തത്തിൽ ഒരു ആവറേജ് ഫുഡെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കേട്ടോ. കാരണം ഞാൻ ആക്ച്വലി ഞങ്ങൾ ഈ ബീച്ചിൽ ഇറങ്ങി വെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ മാറ്റണമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് എക്സ്ട്രാ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങത്തില്ല, മീൻസ് എല്ലാം സ്വിമ്മിങ്ങിന് പറ്റിയ ബീച്ചസ് ഒന്നും അല്ല, അപ്പം നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് അങ്ങ് മാറി. കാരണം അപ്പോൾ അടുത്ത ഫോട്ടോ എടുക്കുമ്പോൾ അടുത്ത കോസ്റ്റ്യൂമിൽ എടുക്കാമല്ലോ, അങ്ങനെ അങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. അബിക്ക് ഇത് തന്നെ മതി, അബി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ട്രാവൽ ഉണ്ട്, നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് കെലിങ്കിങ് ബീച്ചാണ് കേട്ടോ. ഈ ഒരു ബീച്ചിന്റെ വേറൊരു പേര് ടീറെക്സ് ബീച്ച് എന്നാണ്. കാരണം ഈ ഒരു ബീച്ച് കാണാനായിട്ട് ശരിക്കും മറ്റേ ടീറെക്സ് ഡൈനോസറിന്റെ ഷേപ്പിലാണ് ഉള്ളത് കേട്ടോ. ഇവിടുത്തെ ആ ഒരു ലൈം സ്റ്റോൺ ക്ലിഫൊക്കെ കാണാൻ ആ ഒരു ഷേപ്പിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേറെ പേര് ടീറെക്സ് ബീച്ച് എന്നാണ് കേട്ടോ. പിന്നെ ഇനി അവിടെ കാണാൻ എങ്ങനെയാണോ എന്നുള്ളത് അങ്ങോട്ട് പോയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടുന്ന് കുറച്ച് നടന്ന് മുന്നിലേക്ക് പോകാനുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞ കേട്ടോ. What is the name of this beach? Kalinking. Okay. ഇപ്പൊ സമയം ഒരു അറൗണ്ട് 2 മണിയാണ് കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലാണ്. വീഡിയോയിൽ എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല വെയിൽ കേട്ടോ. നല്ല സൺബേൺ അടിക്കുമെന്ന് ഡൗട്ടുണ്ട്, അതേപോലെ വെയിലാട്ടോ. നട്ടുച്ച സമയമാണ്, നല്ല പൊരിഞ്ഞ വെയിലാണ്, എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇതും ഒരു ക്ലിഫാണ് കേട്ടോ. Yeah. അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. ഇത് കണ്ടോ, ഇത് ശരിക്കും ഒരു റെക്സ് ഡൈനോസറിന്റെ ഷേപ്പിലല്ലേ ഈ ഒരു ക്ലിഫ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ വേറൊരു പേര് ടീറെക്സ് ബീച്ച് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലിഫ് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. നമ്മൾ ഫുള്ള് താഴേക്ക് ഇറങ്ങുന്നില്ല, പക്ഷെ കുറച്ച് താഴേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് കാണിക്കാം. ഇത് കൂടെ ഉണ്ടോ? ഒന്ന് എത്ര
നല്ല സീനിക് ആയിട്ടുള്ള കാഴ്ച തന്നെയാണ്, പക്ഷേങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ദേ ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നു. അപ്പോൾ താഴേക്ക് ഇറങ്ങട്ടെ. താഴേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സ്റ്റെപ്സ് ആണ് ആൻഡ് നാരോ ആണ്. പ്രായമായ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഈ ആൾക്കാരൊക്കെ ഹാൻഡ് ഫാനും പിടിച്ച് നടക്കുന്നുണ്ടോ? ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ആൻഡ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഉച്ചയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സൺഗ്ലാസസ് ഒരു മസ്റ്റ് ആണ് കേട്ടോ. ഇല്ലെങ്കിൽ കണ്ണിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ഞങ്ങൾ എന്തായാലും എല്ലാം കൊണ്ടുവന്ന് പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ. താഴേക്ക് ഇറങ്ങി വരും തോറും തിരക്ക് കുറയുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഫുൾ താഴേക്കൊന്നും വരുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു ഹാഫ് വേ ആയിട്ടുണ്ട് കേട്ടോ. ആൻഡ് നല്ല പൊരിഞ്ഞ വെയിലാട്ടോ. എനിക്ക് വീഡിയോയിൽ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലാട്ടോ. മിക്കവാറും ഇന്ന് സൺബേൺ അടിക്കും, അമ്മാതിരി വെയിലാണ്. അപ്പോൾ വഴിയിലെല്ലാം എല്ലാവരും ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്നാണ് ഇറങ്ങുന്നത്, കാരണം ഇല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കഴിയുമെങ്കിൽ രാവിലെ തന്നെ വരാൻ നോക്കണം കേട്ടോ, ഒരു ബിഫോർ 10. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഇത് ഭയങ്കര വെയിലായതുകൊണ്ട് ഭയങ്കരമായിട്ട് ടയറിങ് ആണ് കേട്ടോ. മാത്രമല്ല ഈ സ്റ്റെപ്സ് നമ്മൾ ഇറങ്ങാനും നല്ല ടയറിങ് ആണ്, കാരണം ഓരോ സ്റ്റെപ്പിനും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് താഴേക്ക് ഇറങ്ങണ്ടേ. അങ്ങനെ ഞങ്ങളൊരു പകുതി വഴി താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതേ തിരക്കൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണിക്കാം കേട്ടോ. അങ്ങനെ ദേ ഞങ്ങളിപ്പോൾ തിരിച്ച് കയറുവാണ്. ഫുൾ താഴെ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ താഴെ എത്തുമ്പോഴേക്കും നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവും കേട്ടോ. അതുമാതിരി വെയിലാണ്. അപ്പോൾ അതേ തിരിച്ച് കയറുവാട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കാനുള്ള ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് താഴേക്ക് ഇറങ്ങണം. കാരണം മുകളിലെല്ലാം ഭയങ്കര ക്രൗഡാണ്, നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ ക്രൗഡൊന്നും ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. താഴേക്ക് ഇറങ്ങിപ്പോകാൻ നല്ല എളുപ്പമായിരുന്നു, അതുകൊണ്ട് കുറെ ഇറങ്ങി ഇങ്ങ് പോയി കേട്ടോ. തിരിച്ചു കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്, കാരണം ഈ സ്റ്റെപ്സ് എല്ലാം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് കയറി കിതച്ചൊരു വഴിയായി കേട്ടോ. ഈ താഴേക്ക് ഇറങ്ങുന്നതും കയറുന്നതും ഫുൾ റോ വിഷ്വൽസ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ടാണ് കേട്ടോ. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ താഴേക്കുള്ള വീഡിയോസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവുക. ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. പക്ഷേ എങ്കിലും എന്താ പറയുക, പ്രായമായ ആൾക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ ഇത്. അങ്ങനെ എന്താണേലും ഫൈനലി ഞങ്ങൾ ഇതേ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെരി ഹോട്ട്, വെരി ഹോട്ട്.
I think if you visit in the morning or even it should be. Yeah, early morning is better. പറഞ്ഞ കേട്ടല്ലോ. അപ്പൊ ഇതൊരു ട്രാവൽ ടിപ്പാണ് കേട്ടോ. അങ്ങനെ മുകളിൽ വന്ന് ക്ഷീണം മാറ്റാനായിട്ട് ഇതേ ഒരു ഐസ്ക്രീം വാങ്ങി കേട്ടോ ഞങ്ങള്. പിന്നെ ഒരു കാര്യം, ഇവിടെ ലിഫ്റ്റിന്റെ വർക്ക് നടക്കുവാണ് കേട്ടോ. അതായത് ഈ ക്ലിഫിന്ന് നേരെ താഴെ ബീച്ചിലേക്ക് പോകാനായിട്ടുള്ള ക്ലിഫിന്റെ പണി നടക്കുവാണ്. അത് കഴിഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ അത് വന്നാലും ആക്ച്വലി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകാനാണ് കേട്ടോ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അത് നല്ല ഒരു വൈബാണ്. നിങ്ങൾക്ക് അത് ഇറങ്ങാനായിട്ടുള്ള ഹെൽത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെക്കമെൻഡഡ്. പിന്നെ നമ്മൾ നേരത്തെ ഡയമണ്ട് ബീച്ചിന്റെ കേസിൽ പറഞ്ഞ പോലെ ഇവിടെയും ബീച്ചിൽ സ്വിമ്മിംഗ് ഒന്നും അലൗഡ് അല്ല. കാരണം വേവ്സ് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ റോഡുകളെല്ലാം തന്നെ വളരെ മോശമാണ് കേട്ടോ. ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി ആണ് നമ്മൾ പോകുന്നത് കേട്ടോ. മെജോറിറ്റി റോഡ്സും ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ കയറിയപ്പോൾ തൊട്ടേ ഇങ്ങനെ കുലുങ്ങി ഇരിക്കുക. ഞങ്ങൾക്കത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ മോഷൻ സിക്നെസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫൈനൽ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് രണ്ട് ബീച്ച് ഉള്ളത് കേട്ടോ. അതായത് ബ്രോക്കൺ ബീച്ച് ആൻഡ് ഏഞ്ചൽസ് ബില്ലബോങ്. ഇത് രണ്ടുമുള്ളത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിത് കാർ ഇവിടെ പാർക്ക് ചെയ്യുവാണ്. എന്നിട്ട് ഇനി ബാക്കി കാഴ്ചകൾ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് താഴേക്ക് നടക്കാനുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. ഒരു ലെഗ് ഡേ കഴിഞ്ഞ പ്രതീതിയുണ്ട്. മസിൽ നന്നായിട്ട് പിടിക്കുന്നു ഈ മസിൽ. പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ എവിടെ പോയാലും ഈ ഹാറ്റ്സും സൺഗ്ലാസസും സെല് ചെയ്യുന്ന കടകൾ കാണാം. അതേപോലെ ഐസ്ക്രീം ഷോപ്സും കാണാം. കാരണം ഇതാണ് ഇവിടെ എല്ലാവരും വാങ്ങുന്ന സംഭവം കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ കുറച്ച് ശോകമാണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ അത് പെയ്ഡ് ആണ് കേട്ടോ. നമ്മുടെ ഇന്ന് 5,000 ഇന്തോനേഷ്യൻ റുപ്പീ എന്താണ് ഒരാൾക്ക് വാങ്ങുന്നത് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ. പക്ഷേ എങ്കിലും ടോയ്ലറ്റ് ഒക്കെ വളരെ വളരെ മോശമാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള കുറേ ഫോട്ടോ പോയിന്റ്സ് കാണാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ പല ഫ്രെയിംസ്, ഹാർട്ട് ഷേപ്പ്, സ്വിങ് ഒക്കെ കണ്ടോ, ചെറിയ സ്വിങ് ഒക്കെ. ഇത് പെയ്ഡ് ആണോന്ന് അറിയത്തില്ല, തിരിച്ചു വരുമ്പോൾ നോക്കാട്ടോ. Okay. And then we walk around 3 minutes up there. That's a broken beach. Okay. So we are going here first. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ ബ്രോക്കൺ ബീച്ച്, റൈറ്റിലേക്ക് പോയ ഏഞ്ചൽസ് ബില്ലബോങ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഏഞ്ചൽസ് ബില്ലബോങ്ങിലേക്കാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. എല്ലാവരും ഇവിടെ ഇങ്ങനെ പല സ്റ്റൈലിൽ ഫോട്ടോസ് ഒക്കെ എടുക്കുവാണ് കണ്ടോ. എല്ലാവരുടെയും പർപ്പസ് ഇത് തന്നെയാണ്. ഞങ്ങളും എടുത്തിട്ടോ കുറേ ഫോട്ടോസ്. ഈ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളുടെ പരിപാടി ഫോട്ടോ എടുക്കൽ തന്നെയാണ്. കുറച്ച് ഫോട്ടോസ് എല്ലാം കൂടി ലാസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഏഞ്ചൽസ് ബില്ലബോങ്. ഇത് അറിയപ്പെടുന്നത് ഒരു നാച്ചുറൽ ഇൻഫിനിറ്റി പൂൾ എന്നാണ് കേട്ടോ. അതായത് ഈ കടലിൻ്റെ തിര അടിച്ച് മുകളിലേക്ക് വന്ന് നാച്ചുറലി ഫോം ആയേക്കുന്ന ഒരു പൂള് പോലൊരു സംഭവമാണിത്. ഇവിടെ ആക്ച്വലി പണ്ട് കുറേ ഇയേഴ്സിന് മുന്നേ സ്വിമ്മിങ് ഒക്കെ അലൗഡ് ആയിരുന്നു. ആൻഡ് പക്ഷേങ്കിൽ അത് ഭയങ്കര റിസ്ക്കിയാണ്. കാരണം ഈ സ്ട്രോങ് ആയിട്ടുള്ള വേവ്സ് കയറി വരുമ്പോൾ നമ്മൾ ചിലപ്പം വേവ്സിൻ്റെ കൂടെ സ്വെപ്റ്റായി പോവും. സോ അത് ഭയങ്കര റിസ്ക്കിയാണ്. ഇവിടെ ഒരുപാട് ആക്സിഡൻസും ഒക്കെ നടന്നിട്ടുണ്ട്. സോ ഇപ്പം ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല. പണ്ട് ഈ ഒരു നാച്ചുറൽ ഇൻഫിനിറ്റി പൂളിൽ സ്വിമ്മിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ വേവ്സ് ഇങ്ങനെ മുകളിലേക്ക് കയറി വരും. സോ വലിയ വേവ്സ് കയറി വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളും കൂടെ അങ്ങ് തിരിച്ചു പോകും. സോ ഭയങ്കര റിസ്ക്കിയാണ്. ഇപ്പം എന്താണെങ്കിലും അലൗഡ് അല്ല കേട്ടോ.
ഇവിടെ വേവ്സ് ഇങ്ങ് വരെ വരും തോന്നുന്നത്. ഈ കണ്ടോ, ഈ ഒരു ഫ്ലോറും കാണാനായിട്ട് ഇങ്ങനെ വേവ്സ് വന്ന് അടിച്ചുണ്ടായ ഒരു റോക്ക് പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ വേവ്സ് ഇവിടെ വരുന്നുണ്ടായിരിക്കും. അറിയത്തില്ല എന്താ സംഭവം എന്ന്. എന്താണേലും കാണാൻ വിഷ്വലി ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഈ എന്താ പറയുക, ഒരു സ്റ്റോൺസിൻ്റെയൊക്കെ ഷേപ്പ് കണ്ടില്ലേ, ഇതെല്ലാം ആ വേവ്സ് വന്ന് അടിച്ചടിച്ച് ക്രിയേറ്റ് ആയേക്കുന്ന ഷേപ്സ് ആണ് കണ്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ്. കാണാൻ വളരെ സീനിക് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. ഇത് വലിയ വേവ്സ് ഒക്കെ വന്ന് അവിടെ ഇങ്ങനെ അടിക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലൈം സ്റ്റോൺ ക്ലിഫ്സ് എല്ലാം രൂപപ്പെടുന്നത് കേട്ടോ. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നത് തിരക്കിലാണ്. ഞങ്ങളും എടുത്ത് കുറേ ഫോട്ടോസ്. ഇവിടെ ഫോട്ടോ സെഷനാണ്. ഈ ഫോട്ടോസ് എല്ലാം കൂടെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാൻ ആരുടെയും ഇങ്ങനെ ചോദിക്കണം. എക്സ്ക്യൂസ് മീ, ഹലോ, can you click a picture for us? Yeah, of course. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ആർക്കെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ കെലിംകിങ് ബീച്ചിൽ സ്റ്റെപ്സ് താഴേക്കായിരുന്നെങ്കിൽ ഇവിടുത്തെ സ്റ്റെപ്സ് മുകളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് ബില്ലബോങ്. ഇനി നമുക്ക് ബ്രോക്കൺ ബീച്ചിലേക്ക് പോകാം. അതാണ് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് കേട്ടോ. വീഡിയോയിൽ അത് നിങ്ങൾക്ക് എത്ര കൺവേ ആവുന്നുണ്ടെന്നുള്ള അറിയത്തില്ല. പക്ഷേങ്കിലും ഈ ഒരു ഡേ ശരിക്കും ടയറിംഗ് ആണ് കേട്ടോ. കാരണം ആ ഒരു കാർ ജേണി ഉൾപ്പെടെ ഫുൾ ഇങ്ങനെ കുലുങ്ങി അങ്ങനത്തെ ഒരു ജേണിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എല്ലാ സ്പോർട്സിലും പോകുമ്പോൾ ഒരുപാട് നടക്കാനും സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രായമായ ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഈ കാറിൽ ഇത്രയും സമയം ഇങ്ങനെ ഇരിക്കുന്നതും മാത്രമല്ല ഇങ്ങനെ നടന്ന് സ്റ്റെപ്പൊക്കെ കയറുന്ന ബുദ്ധിമുട്ടായിരിക്കും. ഹണിമൂൺ കപ്പിൾസിനൊക്കെ അടിപൊളി സ്ഥലമായിരിക്കും. അതേപോലെ സോളോ ട്രാവലേഴ്സിനും ഇങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും. ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇഷ്ടമാണ്. സോ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. Come here daily? Yes, daily. Oh my god. Daily. Already 6 years. Okay. പറഞ്ഞു കേട്ടില്ലേ, പുള്ളി കഴിഞ്ഞ 6 വർഷമായിട്ട് ഡെയിലി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ഈ ടൂറിസ്റ്റിനെ കൊണ്ട്. അയ്യോ നടന്ന് ക്ഷീണിച്ചേട്ടോ. അത് ഇനിയും പിന്നെയും കയറ്റമാണ് കേട്ടോ. ഇതെല്ലാം കയറ്റമാണ്. ഇത് നമ്മുടെ ഗൈഡ് ചേട്ടൻ ഇങ്ങനെ സ്പീഡിലങ്ങ് പോകുന്നുണ്ട്. കാരണം പുള്ളി ഡെയിലി വരുന്നതല്ലേ. സ്ഥിരം തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങ് പോവാ. ഞങ്ങളിങ്ങനെ കെതിച്ച് പതിയെ പോവാ. ബ്രോക്കൺ ബീച്ചിലേക്ക് എത്താനായിട്ട് ഇവിടെ നിന്ന് ഒരു 3 മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നമുക്ക് നടക്കാനുണ്ടായിരുന്നു. ആൻഡ് പൊരിഞ്ഞ വെയിലായിരുന്നല്ലോ. സോ നല്ല ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ബ്രോക്കൺ ബീച്ച്. ഇതിന് എന്തുകൊണ്ട് ബ്രോക്കൺ എന്ന് വിളിക്കുന്നു എന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇതേ കണ്ടല്ലോ, ഇതിന്റെ മധ്യത്ത് കണ്ട ഇങ്ങനെ ഒരു ഹോൾ ഫോം ആയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ വലിയ സീ വേവ്സ് വന്ന് ഹിറ്റായിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾ അവിടെ ഫോം ആയേക്കുന്നത്. ഇത് ആക്ച്വലി നേച്ചറിന്റെ ഒരു വലിയ മാസ്റ്റർ പീസ് ആണ്. കാരണം ഇങ്ങനെ വേവ്സ് വന്ന് ഹിറ്റ് ചെയ്ത് ആ ഒരു ക്ലിഫിന്റെ പകുതി പൊട്ടിപ്പോയിട്ടും സ്റ്റിൽ അതങ്ങനെ സ്റ്റേ ചെയ്യുന്നുണ്ട് അല്ലേ. സോ എന്താ പറയുക, ഒരു നാച്ചുറൽ ഫിനോമിനൻ പോലെ ഇങ്ങനെ നിൽക്കുവാണ്. ഇത് വിഷ്വലി കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ. കാരണം ഈ വെള്ളമാണെങ്കിൽ ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ടർക്കോയിസ് വാട്ടർ ആണ്. വെരി ബ്യൂട്ടിഫുൾ ടു സീ. പിന്നെ ഇവിടെ ഇടയ്ക്ക് സീ ടർട്ടിൽസിനെയൊക്കെ കാണാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല. കാരണം ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങാനേ പറ്റില്ല. ഈ മോളിൽ നിന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. സ്വിമ്മിങ് ഈസ് നോട്ട് അറ്റ് ഓൾ അലൗഡ്. എൻട്രിയേ ഇല്ല.
വൈകുന്നേരം ആവാറായെങ്കിലും വെയിൽ ഇപ്പോഴും അതേപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടയേർഡായി. ഞങ്ങളിത് ഇവിടെ ഒരു കടയിൽ വെള്ളം വാങ്ങാനായിട്ട് കയറിയതാ. അപ്പോൾ അത് ഞാനൊരു ബോട്ടിൽ വെള്ളവും അബി ഒരു കോക്കും വാങ്ങിച്ചായിരുന്നു. ഞങ്ങളിങ്ങനെ അത് കുടിച്ചിട്ട് ഇവിടെ നിൽക്കുവാണ്. ഇവിടെ ദേ ഈ കാക്ടസ് പ്ലാന്റ് ഒക്കെ നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊരു മരുഭൂമിയാണോ ഇനി? അതുകൊണ്ടാണോ ഇത്രയും വെയില്? അറിയത്തില്ല കേട്ടോ എന്തോ സംഭവം. എന്താണേലും ഇവിടെ ഇങ്ങനെ കുറെ കാക്ടസ് പ്ലാന്റ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്തോ ഇവിടെ പിന്നുള്ളൊരു കാര്യം, ഇവിടെ നമ്മൾ ഏത് ബീച്ചിൽ പോയാലും കുറേ ഫോട്ടോ പോയിന്റ്സ് കാണും. മീൻസ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ വന്നത് നമുക്ക് പല സ്റ്റൈലിൽ ഫോട്ടോ എടുക്കാം കേട്ടോ. ഇതെൻ്റെ ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഇവിടെ നിന്നാൽ കറക്റ്റ് നമുക്ക് ആ ഒരു ഹോളിൻ്റെ സംഭവം സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഫോട്ടോസ് എടുക്കാം. അങ്ങനെ കുറേ ഫോട്ടോ പോയിന്റ്സ് പല പല സ്ഥലങ്ങളിലായിട്ടുണ്ട് കേട്ടോ. ബേസിക്കലി എല്ലാവരും വരുന്ന ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനാണല്ലോ. പിന്നതേ അവിടെ നിന്ന് ഇങ്ങനെ മുന്നിലേക്ക് നടക്കാൻ കുറച്ച് വഴിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി നോക്കുക കേട്ടോ. ലാസ്റ്റ് സ്പോട്ടല്ലേ, അപ്പോൾ കുറച്ച് സമയമുണ്ട് നമുക്ക്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ആ ഒരു ക്ലിഫിന്റെ എൻഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒന്നും ബാരിയേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. സോ എല്ലാവരും സ്വയം സെൽഫ് സേഫ്റ്റിയാണ്. എല്ലാവരും സ്വയം സൂക്ഷിക്കുക. കാരണം ഫോട്ടോസ് എടുക്കാനായിട്ട് എഡ്ജിലൊക്കെ പോയിരിക്കുന്നത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഈ ഇതൊക്കെ ഇളകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്. അപ്പം നോക്കിയും കണ്ടുമൊക്കെ ഇരിക്കുക, ഫോട്ടോ എടുക്കുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഇതേ തിരിച്ച് നടക്കുക കേട്ടോ. കുറച്ചൊരു എൻ്റെ മോൻ എടുക്കട്ടെ. ദേവി അങ്ങ് പോയി. ദേവി അല്ല, എൻ്റെ പേര് മറന്നല്ലോ. ടെസ അങ്ങ് പോയി. ഇവിടെ ഈ കടകളുടെ ഫ്രണ്ടിൽ ഇത് വെച്ചേക്കുന്നുണ്ടോ ഈ ഒരു സ്ക്വയർ ബോക്സ്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഹാർബറിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി തിരിച്ച് ഹാർബറിൽ എത്തിയതിനു ശേഷം ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി തിരിച്ച് ഹാർബറിൽ എത്തിയിട്ടുണ്ട്. വെയിലൊക്കെ പോയി നല്ല കാമായിട്ടുണ്ട് ക്ലൈമറ്റ്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ക്ലൂക്ക് പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം ക്ലൂക്കിൻ്റെ ഒരുപാട് കൗണ്ടേഴ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ക്ലൂക്കാണ് നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന മോഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ എടുത്ത പാക്കേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് പാക്കേജ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ആ പാക്കേജിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ക്ലൂക്ക് യൂസ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ തിരിച്ച് റിട്ടേൺ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം എല്ലാ സ്പീഡ് ബോട്ട്സും ഈ സമയത്തായിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പം നമ്മുടെ സ്പീഡ് ബോട്ട് അർജുന ഇവിടെ വന്നിട്ടുണ്ടാകും, നോക്കാം. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ നൂസ പെനിയുടെ ഐലൻഡിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സ്പീഡ് ബോട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ, അത് ഇങ്ങനെ അടുപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ ബോട്ടിൽ കയറി. ഇനി ഒരു അരമണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഒരു ചെറിയ ഉറക്കമൊക്കെ ആകാം. എന്റെ ഉടുപ്പ് നോക്കിയാൽ പുള്ളിക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അവിടെ കണ്ട് മനസ്സിലാക്കിയല്ലേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് സനൂർ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങൾ രാവിലെ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത ഡ്രൈവർ ചേട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ചേട്ടൻ തന്നെ നമ്മളെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടാക്കും. പക്ഷേങ്കിൽ ഞങ്ങൾ പുള്ളീനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹോട്ടലിലല്ല ആക്കേണ്ടത്, ഒരു റെസ്റ്റോറൻറ്റിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്, ദർബാർ എന്ന് പറഞ്ഞിട്ട് കൂട്ട ഏരിയയിലുള്ള. അപ്പോൾ ചേട്ടനോട് നമ്മൾ അവിടെ ഇറക്കാനാണ് പറഞ്ഞത്. കാരണം അപ്പോൾ ഡിന്നറും കൂടെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകാമല്ലോ. മുന്നേ കാണുന്നുണ്ടോ ഇവിടെ ഇന്തോനേഷ്യ ബാലിയിലെ ടോൾ ഗേറ്റ്സ് ആണ്, കണ്ടോ. ഇവിടെ ഇതെങ്ങനെയാ ഒരു റീഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്താണേലും ക്വിക്കാണ്, ഡിലേ ഒന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ടാക്സ് കാറിൽ ഒട്ടിച്ചിട്ടുണ്ടാകുമായിരിക്കും, മേ ബി. ഇതേ കണ്ടോ, 14,000 ഇന്തോനേഷ്യൻ റുപ്പയാണ് കേട്ടോ എൻട്രി ഫീ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ ഇതാണ് ദർബാർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. നല്ലതാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. ഞങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ഒരു സൂപ്പ് വാങ്ങിച്ചായിരുന്നു, പിന്നെ ഒരു ദോശ വാങ്ങിച്ചായിരുന്നു, ഒരു മസാല ചായ വാങ്ങിച്ചായിരുന്നു, പിന്നെ നൂഡിൽസ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി കഴിക്കട്ടെ. അപ്പോൾ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്, ഇവിടെ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇവിടുത്തെ ഈ സ്റ്റാഫിൻ്റെ സർവീസ് ഭയങ്കരമാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇഷ്ടമായോ, എങ്ങനെയുണ്ട്, എന്തെങ്കിലും വേണോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എപ്പോഴും നിൽക്കുന്നത് കേട്ടോ. ലൈക്ക് തായ്ലൻഡിൽ ആക്ച്വലി ആൾക്കാർ ഫ്രണ്ട്ലി ആണ്, പക്ഷെ അതിനേക്കാൾ ഒരുപാട് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവിടെ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. അറൗണ്ട് 5.5 lakh ആണ് കേട്ടോ ബില്ലായത്. കുറവാണ് ആക്ച്വലി. ഇവിടുത്തെ ഫുഡും ഇന്നലത്തേക്കാൾ ടേസ്റ്റിയറും ആയിരുന്നു കേട്ടോ. ഇവിടെ കണ്ടോ ഇങ്ങനെ MRT എന്നൊക്കെ പറഞ്ഞ് ഈ 7-Eleven പോലത്തെ ബാനറുള്ള കുറേ കടകൾ കാണാം. 7-Eleven കോപ്പി അടിച്ചിട്ടുള്ള ബാനേഴ്സാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. എന്താണേലും അതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ 7-Eleven അല്ലെങ്കിൽ ലോസൺ ഷോപ്സ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസത്തെ കാഴ്ചകൾ ഇവിടെ തീരുവാണ്. ഇനി ചെല്ലുന്നു, റെസ്റ്റ് എടുക്കുന്നു. ആൻഡ് ദെൻ നാളെ നമ്മൾ ഇവിടുന്ന് ഹിൽട്ടണിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഉബുഡ് ഏരിയയിലോട്ട് നമ്മുടെ അക്കോമഡേഷൻ മാറുവാണ് കേട്ടോ. ഇവിടെ നിന്നൊരു 1.5 to 2 hours ട്രാവൽ ഉണ്ട് ഇവിടെ കൂട്ടയിൽ നിന്നും ഉബുഡിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഉബുഡിൽ ഞങ്ങൾ എടുത്തേക്കുന്ന ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോട്ടലാണത്. പിന്നെ അവിടെയുള്ള ഇൻ ആൻഡ് അറൗണ്ട് സൈൻ സീയിങ് ഒക്കെ ചെയ്യും. അതായത് ഈ ലംബോൻ ഗേറ്റ്, പിന്നെ നമ്മുടെ ബാലി സ്വിംഗ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവിടെ നിന്നായിരിക്കും പോകുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ്. സോ സ്റ്റേ ട്യൂൺഡ്.
വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ കാണിക്കാവേ. ഇന്നത്തെ നമ്മൾ കറങ്ങിയതിൻ്റെ ടാൻ എഫക്റ്റ് കണ്ടോ? ആക്ച്വലി സൺസ്ക്രീം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഇമ്പാക്റ്റ് ആണ് കേട്ടോ ഇത്. കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു, നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കത്തില്ല. അപ്പോൾ എനിവേസ് താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടാ.